ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ഫ്രീ ഫയർ ആണ്. അപ്പോൾ ഇന്നത്തെ കണ്ടന്റ്, ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു, ഇന്നത്തെ കണ്ടന്റ് ഈ സെർവറിലല്ല, മറിച്ച് ഈ ഒരു സെർവറിലാണ് ഗൈസ്. അതെ, നമ്മൾ ആദ്യമായിട്ടല്ല ഇന്തോനേഷ്യ സെർവറിൽ കളിക്കുന്നേ. അപ്പോൾ കുറേ നാളായി ഞാൻ കളിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിനെ പറ്റിയുള്ളൊരു കണ്ടന്റ് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇന്ന് ഇതിനെക്കുറിച്ചുള്ള റിവ്യൂ, ഇന്തോനേഷ്യ സെർവറിനെ കുറിച്ചുള്ള റിവ്യൂ ആണ് ഗൈസ് നമ്മൾ ഇന്ന് ഇടാൻ പോകുന്നത്. അപ്പം ഈ വീഡിയോ കണ്ടിട്ട് ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരെല്ലാം ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഇന്നത്തെ നമ്മുടെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എൻ്റെ കളക്ഷൻ ആൻഡ് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഗെയിം പ്ലേ ഒക്കെ കളിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ലൈക്ക് ചെയ്യാത്തവരും പിന്നെ കമൻറ്റ് എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഗൈസ്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ. ആദ്യം ഹെഡ് കാണിച്ചു തരാം. മുടി ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ കളിക്കാറുണ്ടെങ്കിലും ഒത്തിരി കളിക്കാറില്ല. കണ്ടോ, ഇതൊക്കെയാണ് മുടിയുടെ കാര്യം പറഞ്ഞാൽ. അപ്പോൾ മാസ്കിൻ്റെ കാര്യം പറയുവാണെങ്കിൽ എനിക്ക് ടൈമിങ്ങിന് കിട്ടിയ ഒന്നും ഉണ്ടായിരുന്നല്ലോ. ഇത് തന്നെ. ട്രൈബൽ സ്കാർഫൊന്നും ആരും ഇടാറില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അല്ല, ഈ സെർവറിൽ അങ്ങനെ ആരും ഇടാറില്ലെന്നാണ് തോന്നുന്നത്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ കളക്ഷൻ. വലിയതായിട്ട് കാണിക്കാനൊന്നും ഇല്ല. പിന്നെ കാര്യമുള്ളതെന്ന് പറയണ പിന്നെ ഈ സാധനം, അല്ലെങ്കിൽ എന്നാ വേറെ ഉണ്ടല്ലോ. ഇത് ഞാൻ പൈസ കൊടുത്തെടുത്തതാണ്. പിന്നെ ഇതുണ്ട്. ഇതൊക്കെ ഉള്ളൂ. പ്രത്യേകിച്ച് കഥകളൊന്നും പറയാനായിട്ട് സാധനങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഒരു ലോങ് വുൾഫ് കണ്ട് ഇവിടുത്തെ പ്ലേസിനെ അങ്ങ് പരിചയപ്പെടുത്താം. അതിന് പിന്നെ ഒരു കാര്യം പറഞ്ഞു, എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ കാണിച്ചു തരാം. അല്ലേ, ഫ്രണ്ട്സിനെ ഒന്നും കാണിക്കില്ല, ഇഷ്ടപ്പെടാൻ ഇവിടെ. നമുക്ക് ലോങ് വുൾഫ് സ്റ്റാർട്ട് ചെയ്യാം. ലോങ് വുൾഫ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയുക. ഈ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയുടെ കണ്ടന്റിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമ്മളുടെ വീണ്ടും എത്തിയിരിക്കുകയാണ്. വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബും ചെയ്യും ഗൈസ്. വെറുതെ അങ്ങനെ കണ്ടിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് ഒരു ചില്ലി പാട്ടങ്ങ് ഇടാന്നേ. ഞാൻ കാണാനൊന്നുമില്ല. കണ്ടില്ല. ഇപ്പോൾ നോക്കുമ്പോൾ എന്നെ വൺടാപ്പം കടിച്ചേരും. എടാ വൺടാപ്പോ, തും സഹൂർ. എടാ തും സഹൂറല്ലേ അത്? ഇതിനൊക്കെ എങ്ങനെ എഴുതുന്നു? തും സഹൂർ. എടാ പൊട്ടാ, നിന്നെ അടിക്കാൻ നോക്കുവാടാ. പറ്റില്ല. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ലെവല്. സോറി, എനിക്ക് നെക്സ്റ്റ് റൗണ്ട്. അപ്പോൾ എനിക്കെന്തിനാ എപ്പോഴും തെറ്റിപ്പോന്നേ. അപ്പം ഈ സെർവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനേതോ ഇന്ത്യൻ പൗരനാണ്. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇതങ്ങനെ പ്ലേസ് ഒന്നും മണ്ടാ പഠിക്കാറില്ല. പിന്നെ ഈ സെർവറിൽ കളിക്കുന്നവരെല്ലാവരും കമന്റ് ചെയ്തേക്കേ. അപ്പം കയറുന്നില്ല. ഞാനൊരു രൂപമായതുകൊണ്ട് ഞാൻ കുത്തിപ്പിടിച്ച് കയറുന്ന ആളായിരുന്നു. ഇത് കേറുന്നില്ലടാ. എടക്ക് പോ. ഞാനിങ്ങനെ അല്ലായിരുന്നു. അത്രേ ഉള്ളൂ. എടാ, വീഡിയോയുടെ മുന്നിൽ വരുമ്പോഴാണ് ഈ പ്രശ്നമൊക്കെ. എന്താലേ ഇന്തോനേഷ്യ സെർവറെന്ന് പറഞ്ഞാൽ ശരി ആദ്യമായിട്ട് ഇങ്ങനെ കുത്തിപ്പിടിക്കാത്തവനല്ല. അത് പറയണ വഴിക്കാമോ എന്നെ എന്നിട്ടാണ്. ചിലപ്പോൾ ഇവൻ കുത്തിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇല്ലെന്നാ ഉണ്ടോ?
പറ്റിയില്ല. കേറിയില്ല. രാജ പേര് കണ്ടപ്പോഴേ മനസ്സിലായി മലയാളിയുടെ തന്നെ. അല്ല സോറി, ബംഗാളിയുടെ തന്നെ. ഞാൻ മലയാളിയൊന്നും അറിയില്ല. ആണ്ട തുണ്ടും സെഗൂർ ഇതിനെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നല്ലതായിട്ട് ലാഗിങ്ങുണ്ട്. അടുത്തടുത്ത് 24 ഞാൻ മാസ് പ്ലെയറല്ലേ. സബൂറിനെ ഇഷ്ടമുള്ളവരെല്ലാരും ഓറഞ്ച് ഒരു 100 കമന്റെങ്കിലും അതിനെ കുറിച്ച്. ഓക്കെ ആണോ? ഓക്കെ ആവണേ. അപ്പൊ ഏകദേശം വീഡിയോ എന്താവാറായി. വലിയൊരു TTM കണ്ടന്റായിരുന്നു. പക്ഷെ ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇതിനെക്കുറിച്ചുള്ള റിവ്യൂ വരണ്ടേ? അത്രേ ഉള്ളൂ. മാസ് 1 HP ക്ലച്ച്. പിന്നെ ഞാൻ പറയും, ഈ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യ്, സബ്സ്ക്രൈബ് ചെയ്യ്. 126 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. 1K അടിക്കണ്ടേ? പുള്ളിയുടെ ഗുവാള് തന്നെ മെൽറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പുള്ളിയുടെ ഗുവാള് തന്നെ മെൽറ്റ് ചെയ്യാൻ പുള്ളിയുടെ അടുത്ത് തന്നെ മെൽറ്റ് ഇപ്പൊ ശരിയല്ല. കുത്തിപ്പിടിക്കല്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ ഗൈസ്, നിങ്ങൾക്ക് ഇന്തോനേഷ്യ സെർവറിനെ കുറിച്ച് ഏകദേശം ഒരു അറിവൊക്കെ കിട്ടിയെന്ന് ഓർക്കണു. ഇന്തോനേഷ്യ സെർവർ കളിച്ചവർക്കറിയാം ഇന്തോനേഷ്യ സെർവർ എത്ര നല്ലതാണെന്നും അതുപോലെ ഇന്തോനേഷ്യ സെർവർ കളിക്കുന്ന പ്ലെയർ എത്ര ഹിറ്റാണെന്നും. അപ്പം ഇത്രയും നേരം വീഡിയോ കണ്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഞാൻ ഓൾറെഡി ഇട്ട് വെച്ചേക്ക് എൻ്റെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നുമില്ല. ശരിയെന്നാ. ഓക്കെ ബൈ.